ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എന്തെടുക്കുക, സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് ഡിന്നർ സ്പെഷ്യലായിട്ട് പാസ്ത ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം തന്നെ പറയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. 1-2 യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം പാസ്തയ്ക്ക് നമ്മൾ ക്രീമി ടൈപ്പാണ്, വൈറ്റ് സോസിലാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഈ കോക്കനട്ട് മിൽക്കാണ് എടുക്കുന്നത്. കോക്കനട്ട് മിൽക്കിന് വേറെ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം അങ്ങനെ വേറെ കുറച്ച് ഐറ്റംസൊക്കെ എടുക്കാം. ഞാൻ അതിനെപ്പറ്റി അധികം പറയുന്നില്ല. ഞാൻ എടുക്കുന്ന ഇവിടെ കോക്കനട്ട് മിൽക്കാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് 1 കപ്പ് പാസ്ത ഇടുക. കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് അത് വേവിക്കുക. അടച്ച് വെക്കണമെന്നില്ല കേട്ടോ. പാത്രം അടച്ച് വെക്കുമ്പോൾ അതിങ്ങനെ പതച്ചിങ്ങനെ മറയുന്നുണ്ട്. അപ്പോൾ അടച്ച് വെക്കണ്ട, നിങ്ങൾക്ക് അടച്ച് വെക്കാതെ തന്നെ വേവിക്കാം. പാസ്തയിൽ വേണമെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ ആഡ് ചെയ്യാം. ഞാൻ അതിന് പകരം മഷ്റൂമാണ് എടുക്കുന്നത്. അപ്പോൾ മഷ്റൂം നമുക്ക് വൃത്തിയാക്കാം. ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂം ആണെങ്കിൽ ഞാൻ അതിൻ്റെ സ്കിന്നിങ്ങനെ പീൽ ചെയ്യാറില്ല കേട്ടോ. ഇതിന് ഇച്ചിരി ഒരു വാട്ടം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ സ്കിന്ന് ഞാൻ പീൽ ചെയ്ത് കളഞ്ഞു. അപ്പം പാസ്ത നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ സമയമൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാലോ. ഒന്ന് എടുത്ത് നോക്കി വേവൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും വേണം. അതും നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പം ഇത് വെന്തിട്ടുണ്ട്. അപ്പം നമ്മളിതിൻ്റെ വെള്ളം ഊറ്റി കളയണം കേട്ടോ. വെള്ളം മറച്ച് കളയരുത്. അതൊരു പാത്രത്തിൽ എടുത്ത് വെക്കുക. അത് കുറച്ചേ ഉണ്ടാവുള്ളൂ, അതൊന്ന് മാറ്റി വെക്കുക കേട്ടോ. ദെൻ ആ പാത്രം വെച്ചിട്ട് ഞാൻ 2 ക്യൂബ് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായപ്പോൾ ഞാൻ അതിൻ്റെ അകത്തോട്ടേക്ക് മഷ്റൂം ഇട്ട ഉടനെ തന്നെ ഞാൻ ഈ ചുവന്നുള്ളിയും ഗാർലിക്കും കൂടെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് അടച്ച് വെച്ച് ഞാൻ വേവിക്കുവാണേ. മഷ്റൂമിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. അത് വെന്ത് വരുമ്പം അതിൽ തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. അപ്പോൾ അതിൽ തന്നെ അത് നന്നായിട്ട് വെന്തോളും. ഇപ്പം മഷ്റൂം ആവശ്യത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നേരത്തെ എടുത്ത് വെച്ച് തേങ്ങാപ്പാൽ ഫസ്റ്റ് സെക്കൻഡ് ഒന്നുമില്ല കേട്ടോ. എല്ലാം കൂടി ഞാൻ ഒറ്റ പാലാണ് എടുത്തിരിക്കുന്നത്. അതൊഴിക്കുക. നേരത്തെ പാസ്ത വേവിച്ച് ഊറ്റിയെടുത്തപ്പോൾ കുറച്ച് വെള്ളം മാറ്റി വെക്കാൻ പറഞ്ഞില്ലേ, ആ വെള്ളം കുറച്ച് ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് കുറച്ചായിട്ട് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അധികം കട്ട പിടിച്ച് പോകരുത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് ഒഴിച്ച് ഇളക്കി കൊടുക്കാൻ. ഈ തേങ്ങാപ്പാലൊക്കെ എടുക്കുകയാണെങ്കിൽ കേട്ടോ ഇച്ചിരി ഇതിൻ്റെ കുറച്ച് പണി കൂടുതലുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ ഈ കോക്കനട്ട് പൗഡറൊക്കെ കലക്കി ഒഴിക്കുകയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്നാവും. പിന്നെ നമ്മൾ തേങ്ങയൊക്കെ പൊളിച്ചെടുത്ത് അത് പാലാക്കി എടുക്കുമ്പോൾ ഇത്തിരി സമയം എടുക്കും. ബാക്കി അത്ര പണിയൊന്നുമില്ല, എളുപ്പം കഴിയും. അപ്പം ഇതിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് പോവുകയാണ്. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ച പാസ്ത ഇതിലോട്ടൊന്ന് ആഡ് ചെയ്താൽ മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അത് ആഡ് ചെയ്യണം. പിന്നെ ആവശ്യത്തിന് കുറച്ച് പെപ്പർ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടിരിക്കും. അതാണ് നല്ലത്. ഞാൻ അതാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി നിങ്ങളതിൻ്റെ ടേസ്റ്റ് നോക്കുക. അപ്പം നല്ലതായിരിക്കും. അപ്പം എല്ലാം പാകത്തിനുണ്ടോയെന്ന് നോക്കുക. ഇനി എരിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അധികം ഇട്ടോളൂ. ചില്ലി ഫ്ലേക്സ് ഓർ പെപ്പർ കുറച്ച് അധികം ഇട്ടോളൂ. ഉപ്പൊക്കെ ആവശ്യത്തിന് മാത്രമേ ഇടാവുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി ക്രീമി പാസ്ത റെഡിയായി.